ലോകം ഇന്ത്യയെ നോക്കി അമ്പരക്കുകയാണ്. ഒരു കാലത്ത് ആയുധങ്ങൾക്കായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടിയിരുന്ന നമ്മുടെ രാജ്യം ഇന്ന് ലോകശക്തികൾക്ക് ആയുധം വിൽക്കുന്ന കരുത്തനായി മാറിക്കഴിഞ്ഞു. അറബിക്കടലിന്റെ തീരത്ത് നിന്ന് ആരംഭിച്ച് ഇപ്പോൾ യൂറോപ്പിന്റെ ഹൃദയഭാഗം വരെ ഇന്ത്യൻ മിസൈലുകളുടെ പ്രകമ്പനം എത്തിയിരിക്കുന്നു. പുരാതന നാഗരികതയുടെ സംഗമഭൂമിയായ ഗ്രീസ് തങ്ങളുടെ ആകാശ സീമകൾക്ക് കാവൽ നിൽക്കാൻ റഷ്യൻ മിസൈലുകളെ ഉപേക്ഷിച്ച് ഇന്ത്യയുടെ ആകാശ് NG മിസൈലുകൾ സ്വന്തമാക്കുകയാണ്. ഇതുകൂടാതെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നമുക്ക് നൽകിയ ലോകശക്തിയായ ഫ്രാൻസ് ഇപ്പോൾ ഇന്ത്യയുടെ തദ്ദേശീയമായ പിനാക്ക റോക്കറ്റ് സിസ്റ്റത്തിനായി ഇന്ത്യയുടെ വാതിൽക്കൽ മുട്ടുകയാണ്. റഫാൽ വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകിയ ഫ്രാൻസ് നമ്മുടെ രാജ്യത്തിന്റെ റോക്കറ്റ് സാങ്കേതിക വിദ്യ തേടി വരുന്നത് മേക്ക് ഇൻ ഇന്ത്യയുടെയും ആത്മനിർഭർ ഭാരതിന്റെയും വിജയമാണ്. എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളെ ഉപേക്ഷിച്ച് ഇന്ത്യൻ ആയുധങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? പ്രതിരോധ വിപണിയിൽ ഇന്ത്യ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഒരു സൂപ്പർ പവറായി മാറിയത്? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഗ്രീസിനെ കുറിച്ച് സംസാരിക്കാം. വർഷങ്ങളായി റഷ്യയിൽ നിന്ന് വാങ്ങിയ പഴയ മിസൈലുകളാണ് ഗ്രീസ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കാലം മാറി, സാങ്കേതിക വിദ്യയും മാറി. പഴയ റഷ്യൻ മിസൈലുകൾക്ക് പകരം ഇന്നത്തെ കാലത്തിന് യോജിച്ച കൂടുതൽ കരുത്തുള്ള പുതിയ മിസൈലുകൾ ഗ്രീസിന് ആവശ്യമാണ്. അതിന്റെ ഭാഗമായാണ് അവർ ആകാശ് NG എന്ന ഇന്ത്യൻ മിസൈൽ വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. കൃത്യത തന്നെയാണ് ഇന്ത്യൻ നിർമ്മിത മിസൈലായ ആകാശ് NGയുടെ പുതിയ പതിപ്പിന്റെ പ്രത്യേകത. അത്യാധുനിക ആക്റ്റീവ് റേഡിയോ ഫ്രീക്വൻസി സീക്കർ ഇതിനുണ്ട്. മിസൈലുകളുടെ കണ്ണും തലച്ചോറുമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണിത്. എത്ര ദൂരെയുള്ള ലക്ഷ്യമാണെങ്കിലും മില്ലിമീറ്റർ പോലും മാറാതെ കൃത്യതയോടെ അത് തകർക്കാൻ ഇതിന് സാധിക്കും. പുകയോ മഞ്ഞോ മഴയോ ഈ സീക്കറിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല. ഏകദേശം 70 മുതൽ 80 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ വരെ ഇതിന് തകർക്കാൻ സാധിക്കും. കൂടാതെ അമേരിക്കൻ മിസൈലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ മികച്ച സുരക്ഷ ഇന്ത്യയുടെ ആകാശ് നൽകുന്നു. അതുകൊണ്ടാണ് യൂറോപ്പിലെ കരുത്തരായ ഗ്രീസ് ഇന്ത്യയുടെ ആയുധങ്ങളിൽ വിശ്വസിക്കാൻ തീരുമാനിച്ചത്. ഇതിനെ നമുക്കൊരു മൾട്ടി ലെവൽ സുരക്ഷാ കവചം എന്ന് തന്നെ വിളിക്കാം. അതായത് ശത്രുക്കളുടെ ആക്രമണം ഏത് ഉയരത്തിൽ നിന്നോ ദൂരത്തിൽ നിന്നോ വന്നാലും അതിനെയെല്ലാം തടയാൻ കഴിയുന്ന പല തട്ടുകളായുള്ള പ്രതിരോധ സംവിധാനം. ഇസ്രയേലിന്റെ അയൺ ഡോമിന് സമാനമായ ആന്റി ഡ്രോൺ ഷീൽഡ് നിർമ്മിക്കാൻ ഗ്രീസിന് ഇന്ത്യയുടെ സഹായം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ ബ്രഹ്മോസ് മിസൈലിലും ഗ്രീസ് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ യശസ് ഉയർത്തുന്ന മറ്റൊരു വാർത്ത വരുന്നത് ഫ്രാൻസിൽ നിന്നാണ്. സാധാരണയായി ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് റഫാൽ വിമാനങ്ങൾ വാങ്ങാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ കഥ മാറുന്നു. ഫ്രാൻസ് അവരുടെ സൈന്യത്തിന് ഇന്ത്യയുടെ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വെറും 44 സെക്കൻഡിനുള്ളിൽ 12 റോക്കറ്റുകൾ തൊടുത്തുവിടാൻ ഈ ലോഞ്ചറിന് സാധിക്കും. നിലവിൽ 75 മുതൽ 90 കിലോമീറ്റർ റേഞ്ച് വരെ ഇതിന് ലഭ്യമാണ്. ഫ്രാൻസ് സ്വന്തമായ റോക്കറ്റ് സിസ്റ്റം വികസിപ്പിക്കുന്നുണ്ടെങ്കിലും അത് സജ്ജമാകാൻ സമയമെടുക്കും. ആ വിടവ് നികത്താൻ ഏറ്റവും മികച്ച ഓപ്ഷൻ ഇന്ത്യയുടെ പിനാക്കയാണ്. റഫാൽ വിമാനങ്ങളുടെ അടുത്ത വലിയ ഓർഡർ നൽകുമ്പോൾ പകരം പിനാക്ക പോലെയുള്ള ഇന്ത്യൻ സംവിധാനങ്ങൾ ഫ്രാൻസ് വാങ്ങണമെന്ന ഓഫ്സെറ്റ് വ്യവസ്ഥകളും ഇതിന് പിന്നിലുണ്ടായേക്കാം. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ചരിത്രത്തിൽ ആദ്യമായി 21,083 കോടി രൂപ കടന്നു. വെറും 10 വർഷം മുമ്പ് ഇത് 600 കോടി മാത്രമായിരുന്നു എന്നത് ഓർക്കണം. വരും വർഷങ്ങളിൽ 35,000 കോടി രൂപയുടെ കയറ്റുമതി എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് ഇന്ത്യ. ഇന്ന് ലോകത്തെ ഏകദേശം 85-ലധികം രാജ്യങ്ങൾ നമ്മുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. ഫിലിപ്പീൻസിലേക്ക് പറന്ന ബ്രഹ്മോസ് മിസൈലുകൾ, അർമേനിയയുടെ ആകാശത്തിന് കാവലായ ആകാശ്, ഇപ്പോൾ ഫ്രാൻസും ഗ്രീസും ഉറ്റുനോക്കുന്ന പിനാക്ക, കൂടാതെ തേജസ് യുദ്ധവിമാനങ്ങൾ, ധ്രുവ് ഹെലികോപ്റ്ററുകൾ, പട്ടിക നീളുകയാണ്. ലോകത്തിന് ഇപ്പോൾ കാവൽ നിൽക്കാൻ ഇന്ത്യൻ കരുത്ത് വേണം. അമേരിക്കൻ കരുത്തോ റഷ്യൻ സാങ്കേതിക വിദ്യയോ അല്ല ഇനി ലോകരാജ്യങ്ങൾക്ക് വേണ്ടത്. കുറഞ്ഞ ചിലവിൽ പരമാവധി സുരക്ഷ നൽകുന്ന നമ്മുടെ കരുത്താണ്. അറേബ്യൻ മണലാരണ്യങ്ങൾ മുതൽ യൂറോപ്പിലെ മഞ്ഞുപാളികൾ വരെ ഇന്ന് ഇന്ത്യൻ മിസൈലുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു.